ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം. ദൈവത്തിൽ നിങ്ങൾ പ്രത്യാശ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന വിഷയത്തിൻ്റെ വിടുതൽ നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. ഇത് ദൈവ വാഗ്ദത്തമാണ്, ഇത് ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വെല്ലുവിളിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ കരയിപ്പിക്കുന്ന, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങളുടെ വിടുതൽ നിങ്ങളുടെ സ്വന്തം കണ്ണ് കാണും. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് കാണും. നിങ്ങൾ വിചാരിക്കും ഈ ത്വക്ക് ഇങ്ങനെ അങ്ങ് ക്ഷയിച്ച് ഞാൻ ദേഹരഹിതനായി തീരുമെന്ന്. പക്ഷേ എഴുതിയിരിക്കുന്ന എൻ്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ എൻ്റെ കർത്താവിനെ കാണുമെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. എന്ത് ക്ഷീണം ഇപ്പോൾ ഉണ്ടെങ്കിലും, എന്ത് നിന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിലും, ഉള്ളംകാലം മുതൽ തലവരെ നിന്നെ ബാധിച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും, നിൻ്റെ സമ്പത്തിനെ ബാധിച്ച വിഷയമാണെങ്കിലും, നിൻ്റെ കുടുംബത്തെ ബാധിച്ച വിഷയമാണെങ്കിലും, ആരോഗ്യത്തെ ബാധിച്ച വിഷയമാണെങ്കിലും, തലമുറകളെ ബാധിച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും, നാട്ടിൽ നിൻ്റെ പേര് നാറിക്കിടക്കുന്ന വിഷയമായാലും, അനേകർ നിന്നെ കണ്ടിട്ട് വായ പൊത്തി മുഖം മറഞ്ഞു കളയത്തക്കവണ്ണം നിന്ദിക്കപ്പെട്ട വിഷയമാണെങ്കിലും, ഇയ്യോബിൻ്റെ ദൈവം ജീവിക്കുന്നവനാണെങ്കിൽ ഇന്ന് ഞാൻ ഉറക്കെ പറയട്ടെ, നിന്നെ മാനിക്കുന്ന ദൈവം നിന്നെ സഹായിച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ഇന്ന് ഈ ഒരു നിശ്ചയം പ്രാപിച്ചേ പോകാവൂ. എൻ്റെ സ്ഥിതിക്ക് ഭേദം വരും, എൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വരും. എൻ്റെ ഭാവി എൻ്റെ കയ്യിലല്ല, മനുഷ്യരുടെ കയ്യിലല്ല. എൻ്റെ ഭാവി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിലാണ്. കാലത്തിൻ്റെ ഉടയവനായിരിക്കുന്ന ഇമ്മാനുവേലായിരിക്കുന്ന അവൻ്റെ കയ്യിലാണ് എൻ്റെ വിഷയം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഒരൊറ്റ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് സംഗതികളുടെ നീക്കം കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ പ്രോവർബ്സാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, 16 മുതലുള്ള ഭാഗങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അതിന് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ തോന്നും, പക്ഷേ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് കറക്റ്റ്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി ദാറ്റ് ഹാൻഡ് ദ മാറ്റർ വൈസ്ലി ഷാൽ ഫൈൻഡ് ഗുഡ്. സ്വല്പം കൺഫ്യൂസിങ് ആണ്. ഹല്ലേലൂയ. പക്ഷേ മറ്റ് വേദഭാഗങ്ങളോട് യോജിച്ച് പഠിച്ചാൽ യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് കിട്ടിയിരിക്കുന്നൊരു ഭാഗ്യം എന്നറിയാമോ? നമ്മൾ നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുമൊന്നും വേണ്ട, അതിപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇത് അച്ചടിച്ച് ഇത്ര മനോഹരമായി നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ ഇതൊന്ന് വായിച്ച് ഇത് കേട്ട് ജീവിതത്തിലോട്ട് അതൊന്ന് പകർത്താൻ ശ്രമിച്ചാൽ മതി. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൻ്റെ ആകത്തുക, അവൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് നന്മയുണ്ട്. ഏത് തിയോളജിയും നിങ്ങൾ അതിനെതിരായിട്ട് കൊണ്ടുവന്നു, പ്രൈസ് ഗോഡ്, ഞാൻ തെളിയിച്ചു തരാം. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവന് നന്മയുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവന് നന്മയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 119:17. ജീവിച്ചിരിക്കേണ്ടതിന് അടിയനെ നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. പ്രൈസ് ഗോഡ്. ജീവിച്ചിരിക്കേണ്ടതിന് അടിയനെ നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഇന്ന വിഷയത്തിൽ എന്തരുളി ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് കിട്ടുന്ന മറുപടി ബുദ്ധി കൊണ്ട് നോക്കിയാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു മറുപടി ആയിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിൻ്റെ വചനപ്രകാരം നിനക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം തരുന്ന മറുപടി ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നിനക്ക് കണ്ടും കേട്ടും പരിചയമുള്ള അറിവ് വെച്ച് നോക്കുമ്പോൾ മണ്ടത്തരമായിരിക്കും. പ്രൈസ് ഗോഡ്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമെന്നറിയാമോ? ഫെയ്ത്ത്, വിശ്വാസം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ പൗലോസിന് കിട്ടിയ ഒരാലോചന, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 23 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. 276 ആളുകൾ കപ്പലിൽ ഉണ്ടായിട്ടും 275 എണ്ണത്തിനെ മറികടന്ന് ഒരൊറ്റ പൗലോസിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ, സർവശക്തന്റെ ദൂതൻ, ഇതിന്റെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, കടലിനെ നിയന്ത്രിക്കുന്നവൻ, കാറ്റിനെ നിയന്ത്രിക്കുന്നവൻ വന്ന് നിന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ. നീ താമസിക്കുന്ന വില്ലേജിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, നീ താമസിക്കുന്ന വീട്ടിൽ വേറെ എത്ര പേര് കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, കൊടുങ്കാറ്റിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, കര കാണാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, 14 രാത്രി സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ രക്ഷപ്പെടുമെന്നുള്ള ആശ സകലരുടെയും അറ്റുപോയിരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ഉറപ്പു പറയാം, ദൈവം നിന്നോട് സംസാരിക്കും. ജീവിതത്തിൽ, കുടുംബത്തിൽ, വീട്ടിൽ, നാട്ടിൽ, കുഞ്ഞുങ്ങളിൽ പ്രശ്നങ്ങൾ വന്ന് എന്ത് ചെയ്യുമെന്ന് തീരുമാനിച്ച് എന്ത് അന്തമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹല്ലേലൂയ, എനിക്കറിയാം, വിശ്വസിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം വ്യക്തിപരമായി നിന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ടാകും. അനുഭവമുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നിന്നോട് നിന്റെ തലമുറയെക്കുറിച്ച് സംസാരിക്കും, നിന്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കും, നിന്റെ ആയുസ്സിനെ കുറിച്ച് സംസാരിക്കും, നിന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കും, നിന്റെ ജോലിയെക്കുറിച്ച് സംസാരിക്കും. നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയമായാലും ആ വിഷയത്തെ തൊട്ട് സംസാരിക്കും. ഇന്ന് രാത്രി ദൈവശബ്ദം നിന്നെ ബലപ്പെടുത്തത്തക്കവണ്ണം വെളിപ്പെടട്ടെ. ഉടബല ഹത്തുരക ജലബല ഹത്തൽ കൗടക ശകടക രകടക ജൽബല ഹത്തൽ കൗട. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവം സംസാരിക്കും. ദൈവം സംസാരിക്കും. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അത് നമ്മുടെ ചെവിട്ടിൽ ആലോചിച്ച് നോക്കി ഇപ്പോഴും മുഴങ്ങുന്നുണ്ടാവൂല്ലേ? ഇല്ലേ? ദൈവശബ്ദം കേട്ടത് ഇപ്പോഴും മുഴങ്ങുന്നുണ്ടോ? ഉണ്ടല്ലോ. ആമേൻ. ഒരിക്കൽ തമ്പിച്ചാനോട് പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നു. വളരെ പ്രതിസന്ധിയിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രവർത്തിക്കും. ഓർക്കുന്നുണ്ടല്ലോ? രാത്രിയുടെ യാമങ്ങൾ നിന്റെ കൂടെ കിടക്കുന്നവൻ കേൾക്കത്തില്ല, നിന്റെ വീട്ടിലുള്ളവൻ കേൾക്കത്തില്ല, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ കേൾക്കത്തില്ല. എന്നാൽ നിന്റെ ചെവിട്ടിലേക്ക് 1000 വാട്ടല്ല 10,000 വാട്ട് ശബ്ദത്തിൽ ഈ ശബ്ദം അങ്ങോട്ട് മുഴങ്ങും. അത് മതി, അത് മതി ധൈര്യപ്പെടാൻ, അത് മതി ബലപ്പെടാൻ. ഒന്നും കാണണ്ട. ആ ഒരൊറ്റ ശബ്ദത്തിന്റെ മുമ്പിൽ നിന്റെ സകല ദുഃഖവും പോകും, സകല ഭാരവും പോകും, സകല കണ്ണുനീരും പോകും. പ്രൈസ് ഗോഡ്. അനുഭവമുണ്ടോ? തകർന്ന് തരിപ്പണമായി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന സമയത്ത് ആ വേദപുസ്തകം ഒന്ന് കണ്ണുനീരോടെ തുറന്നിട്ട്, കണ്ണുനീര് തുടച്ച് കളഞ്ഞിട്ട് വായിച്ചപ്പോൾ കിട്ടിയ വാക്യം ചങ്കിനകത്തോട്ടങ്ങ് തറച്ച് കയറി. എന്തുവായിരുന്നു പറഞ്ഞത്? നിനക്ക് വിടുതലുണ്ട്. ഈ വിഷയത്തിൽ ദൈവം നിന്നെ സഹായിക്കും, ഈ ദൈവം നിന്നെ വിടുവിക്കും, ഈ ദൈവം നിന്നെ സൗഖ്യമാക്കും. ഇല്ല, ശത്രുവിൻ്റെ പല്ലിന് ഇരയായി ഞാൻ നിന്നെ വിട്ടു കൊടുക്കത്തില്ല. ഇരബല ഹൗദര ദവരക ദഗലക ദഗദക ജനബല ഹത്തുല ബൗഡ ശംബ ഖൗഡ അതിര ജബല ദലബല ഹത്തല ബൗഡ റിബന ദരഗര ഹത്ത ഹറമ. ദൈവമക്കളെ, ആ ശബ്ദം കേട്ടവൻ ഒരു കാലത്തും എന്ത് ചെയ്യത്തില്ല, മറക്കുകയില്ല. ഇപ്പോഴും ഒന്ന് ആലോചിച്ചാൽ അത് മുഴങ്ങും. ഇല്ലേ? മുഴങ്ങുന്നുണ്ടോ? ഇതാ ദൈവശബ്ദം.
അന്ന് ബലപ്പെട്ടതുപോലെ, അന്ന് ബലപ്പെടുത്തിയതുപോലെ ഇന്ന് ഒരു ശബ്ദം ഈ ചെവിട്ടിലൊന്ന് മുട്ടിയാൽ മതി, നീ ബലപ്പെടും. വിഷയം എന്തുമാകട്ടെ, വിഷയം എന്തുമാകട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കട്ടെ. അതുപോലെ തകർന്ന് തരിപ്പണമായിരുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള ചില വാക്യങ്ങൾ, പ്രൈസ് ഗോഡ്, കരിങ്കല്ലിയെ കൊത്തിവെച്ച പോലെ ഇപ്പോഴും കാണുന്നില്ലേ? ഇപ്പോഴും കാണുന്നുണ്ടോ? ഇപ്പോഴും നോക്കി ഒന്ന് വായിക്കാൻ മേലെ? ഇപ്പോഴും അത് തൊട്ടു നോക്കാൻ വയ്യേ? ഇപ്പോഴും അത് മുഴച്ചു നിൽപ്പുണ്ടോ? ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവം അതുപോലെ ഒരൊറ്റ വാക്യം തന്നാൽ മതി, നിന്റെ വിഷയത്തിൻ്റെ പരിഹാരമാണ്. ദൈവവചനത്തിൻ്റെ ആഴത്തിൽ കൂടെ ചില വാക്യങ്ങൾ, ചില ശബ്ദങ്ങൾ, ചില ആലോചനകൾ, ബലപ്പെടുത്തുന്ന ചില കാഴ്ചകൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൊരു ശബ്ദം, പെട്ടെന്നൊരു ശബ്ദം. ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ നോക്കി, അവിടെയെങ്കിലും ഒരു മനുഷ്യനുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം. എനിക്ക് മനസ്സിലായി, ദൈവം എന്നോട് ഇടപെടുകയാണ്. ഇന്ന് രാത്രി ദൈവം നിന്നോട് ഇടപെടട്ടെ, ദൈവം നിന്നോട് ഇടപെടട്ടെ, ദൈവം നിന്നോട് ഇടപെടട്ടെ, ദൈവ ശബ്ദം നിന്നോട് ഇടപെടട്ടെ, ദൈവ കൃപ നിന്നോട് ഇടപെടട്ടെ. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ശതാധിപൻ മടങ്ങിപ്പോയ പോലെ മടങ്ങിപ്പോകും. ശതാധിപൻ കർത്താവിനോട്, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. പ്രൈസ് ഗോഡ്, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ ഭാഗം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് കർത്താവ് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യം വന്നിരിക്കുന്നു. അവൻ ചുമ്മാ അങ്ങ് പോയി. അവൻ ചെല്ലുമ്പോൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് അവർ വന്ന് പറഞ്ഞതെന്നറിയാമോ? പേടിക്കണ്ട, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കുഞ്ഞിന് സൗഖ്യമായി. ശതാധിപൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവൻ ആ ആൻസർ അല്ല വേണ്ടത്. എത്ര മണിക്കാണ് സൗഖ്യമായെന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി 7 മണിക്ക്. അവനൊരു കാര്യം മനസ്സിലായി, യേശു എന്നോട് നിന്റെ ബാലൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നാഴികയിൽ ഇന്നലെ രാത്രി 7 മണിക്ക് എനിക്ക് സൗഖ്യമായി. ഇന്ന് പകൽക്കാലം അതുപോലത്തെ ഒരു ശബ്ദം, അതുപോലത്തെ ഒരു ആലോചന നിനക്ക് ആവശ്യമാണ്. എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ശതാധിപൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് കുഞ്ഞ് സൗഖ്യമായെന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു വീട്ടിൽ നിന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വരുന്നുണ്ട്. എവിടെ നിന്നു? പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന്. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് എന്നാ പറഞ്ഞ്? ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, കുഞ്ഞ് മരിച്ചുപോയി. അവിടെ എഴുതിയിരിക്കുന്നത് എന്തറിയാമോ? യേശു ആ വാക്ക് കാര്യമാക്കാതെ, ആമേൻ, പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസിനോട് പറഞ്ഞു, മോനെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഇടബല കത്തുരക ജനബല കണ്ടുൽ കൗഡ ശബ്ദ കൗഡ ചവല തലബൽ കൗഡ രുവേക ജഗന ബലമ. നിന്റെ വിഷയത്തിന്റെ പരിഹാരം ഇന്ന് രാത്രി. ആ ഭാഗം ഒന്ന് നോക്കാം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35 മുതൽ. മർക്കോസ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു.
നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവർ വിചാരിച്ചതെന്നറിയാമോ? വീട്ടിൻ്റെ പടിക്കലെത്തിയ ഈ നസ്രായക്കാരൻ, വീട്ടിൻ്റെ മുറ്റത്തെത്തിയ ഈ തച്ചൻ്റെ മകൻ കുഞ്ഞ് മരിച്ചുപോയെന്ന് കേൾക്കുമ്പം തിരിച്ചു പോകുമെന്നാണ് വിചാരിച്ചത്. എൻ്റെ യേശു അങ്ങനെ തിരിച്ചു പോകുന്ന യേശു അല്ല. നിന്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം കയ്യിൽ തന്നിട്ടേ അവൻ മടങ്ങിപ്പോകത്തുള്ളൂ. ഇന്ന് രാത്രി ചില വിഷയങ്ങൾക്ക് പരിഹാരം കയ്യിൽ തന്നിട്ടല്ലാതെ മടങ്ങിപ്പോകത്തില്ല. ജൂന ജൂര ജൂന ജൂര ജൂന ജൂര ഗംഭരാധ കർമ്മരാധ ഹർത്തലാധ പരമരക്ഷ പരമകത്ത പരമകാര ദൂരാപാല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ചെയ്തേക്കണം. നമ്മൾ ആരുടെ സ്വഭാവം പിന്തുടരണമെന്നറിയാമോ? യബ്ബോക്കിൻ്റെ കടവിൽ വെച്ച് യാക്കോബ് എടുത്തൊരു സ്വഭാവമുണ്ട്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി ഉളിക്കിയാലും വേണ്ടുകയില്ല, വിഷയത്തിന് വിടുതലുണ്ടാകണം. എനിക്കറിയാം ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിന് ചില വിഷയങ്ങളെ തൊടാനുണ്ട്. ചില വിഷയങ്ങളെ ഇന്ന് രാത്രി തൊടാനുണ്ട്. കുഞ്ഞ് മരിച്ചുപോയി. വാർത്ത എന്നാ? കുഞ്ഞ് മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. അതിന് കർത്താവ് കൊടുത്ത മറുപടി ഒന്ന് വായിച്ച താഴോട്ട്. യേശു ആ വാക്ക് കാര്യമാക്കാതെ, യേശു ആ വാക്ക് കാര്യമാക്കാതെ നീ, പ്രൈസ് ഗോഡ്, ഇന്ന് രാത്രി യേശു ആ വാക്ക് കാര്യമാക്കുന്നില്ല. നീയും കാര്യമാക്കല്ലേ. നീ മറ്റുള്ളവർ കണ്ടത് പറഞ്ഞത് കാര്യമാക്കല്ലേ. അവർ പറഞ്ഞത് സത്യമാണ്. പക്ഷേ പ്രൈസ് ഗോഡ്, വിശ്വാസത്താൽ നിൻ്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന അത്ഭുതം എന്തെന്ന് അവർ കണ്ടിട്ടില്ല, അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. ദൈവവൈദ്യൻ, നിൻ്റെ വീട്ടിൽ അത്ഭുതം നടക്കാൻ പോവുക. നിൻ്റെ വീട്ടിൽ അത്ഭുതം നടക്കാൻ പോവുക. നിന്നെ മുറിക്കകത്ത് അത്ഭുതം നടക്കാൻ പോവുക. അത് നാട്ടുകാർ കണ്ടിട്ടില്ല, വീട്ടുകാർ കണ്ടിട്ടില്ല, വീട്ടുകാരും കണ്ടിട്ടില്ല. ഇടവില ഹദ്ര. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ദൈവാത്മാവിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക, എൻ്റെ കാര്യത്തിൽ എന്തോ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണെന്നൊരു തോന്നൽ കിട്ടിയ ചിലവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കാര്യത്തിൽ എന്തോ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണല്ലേ? കിട്ടിയിട്ടുണ്ടോ? അത് അങ്ങനെ തന്നെ നടക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാനീ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. എല്ലാം പ്രതികൂലമാകുമ്പം, എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പം നാച്ചുറലായിട്ട് നമ്മുടെ ഉള്ളിൽ വരേണ്ടത് എന്താണെന്നറിയാമോ? ഒരു ഭയം, ഒരു നിരാശ. പിന്നെ നമ്മുടെയൊക്കെ സ്വഭാവം അനുസരിച്ച്, നമ്മുടെയൊക്കെ സ്വഭാവം ഞാൻ പറയാം. വീട്ടുകാരൻ ജോലിക്ക് പോയി, 5 മണിക്ക് വരണം, 6 മണിക്ക് വന്നില്ല, 7 മണിക്ക് വന്നില്ല, സ്കൂട്ടറിൽ പോയതാ. നമ്മൾ ഉടനെ ചിന്തിക്കാനെന്നറിയാമോ? എങ്ങാണ്ടോ ഇടിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ആശുപത്രിയിൽ എവിടെയോ കാഷ്വാലിറ്റിയിൽ ഉണ്ട്. പിള്ളേർ സ്കൂളിൽ നിന്ന് പോയി താമസിച്ച് കഴിഞ്ഞാൽ പിള്ളേരിങ്ങ് വരുമെന്ന് സമാധാനിക്കുകയല്ല, എന്തോ പറ്റിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇതാണ് നമ്മുടെ പരിപാടി, നമ്മുടെ സ്വഭാവം അതാ. പ്രൈസ് ഗോഡ്. അപ്പം എല്ലാം പ്രതികൂലമാകുമ്പോൾ, എല്ലാം എതിരാകുമ്പോൾ, എല്ലാത്തിന്മേലും നമ്മുടെ മനസ്സങ്ങോട്ട് ഇടിഞ്ഞിട്ട് നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള കാൽക്കുലേഷനിലാണ് നാച്ചുറലായിട്ട് എത്തേണ്ടത്. പക്ഷെ അതിൻ്റെ സ്ഥാനത്താണ് ഞാൻ ചോദിച്ചത്, എല്ലാം എതിരായിരിക്കുന്നു, ഒന്നും അനുകൂലമല്ല, മൊത്തം പ്രശ്നം. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്.
എനിക്ക് പേടിയില്ലെന്ന് മാത്രമല്ല, എനിക്ക് ഭയമില്ലെന്ന് മാത്രമല്ല, എനിക്ക് നിരാശയില്ലെന്ന് മാത്രമല്ല, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കാൻ പോകുകയാണ്. ഈ കാഴ്ചപ്പാട് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നറിയാമോ? ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ. അപ്പോൾ എല്ലാവരും നിരാശപ്പെടേണ്ട സ്ഥാനത്ത്, നമ്മളും കഴിഞ്ഞ കാലങ്ങളിൽ നിരാശപ്പെട്ട സ്ഥാനത്ത് ഇപ്പോൾ എന്താണെന്നറിയാൻ വയ്യ. ഒരു 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 ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നവരെന്തുവാ? ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ ക്ഷീണിച്ചു പോകും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇതൊരു വിശ്വാസമായിട്ടില്ല, ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ ദൈവത്തെ കാത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഉള്ളിൽ നിന്ന് ഈ ഒരു ആലോചന നിൻ്റെ ഉള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ദൈവം നിന്നോട് ഇടപെടുകയാണ്, ദൈവം നിന്നോട് സംസാരിക്കുകയാണ്, നിനക്ക് ദൈവത്തിൻ്റെ ആലോചനയാണ്. ആമേൻ. അങ്ങനെയുള്ളവർ പറയുന്നതെന്നറിയാമോ? ഈ നടക്കുന്നതൊന്നും ഞങ്ങൾക്ക് തിന്മയ്ക്കല്ല, നന്മയ്ക്കായിട്ടത്രേ. ഇന്ന് രാത്രി ചിലതിനെ നന്മയ്ക്കാക്കാൻ പോവുക കേട്ടോ, ചിലതിനെ നന്മയ്ക്കാക്കാൻ പോകുകയാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. പ്രൈസ് ഗോഡ്, ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിനക്കൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. അങ്ങനെയുള്ള ദൈവം പൗലോസിൻ്റെ അടുക്കൽ തൻ്റെ ദൂതനെ അയച്ചു. 276 ആളുകൾ കപ്പലിലുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും കേൾക്കാത്ത ഒരു ശബ്ദം, ഇവരാരും കാണാത്തൊരു കാഴ്ച പൗലോസ് കേട്ടു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ വീട്ടിൽ നിൻ്റെ കൂടെയുള്ളവർ ആരും കണ്ടു കാണത്തില്ല, ആരും കേട്ടും കാണത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിനക്കുറപ്പുണ്ടോ നീ കേട്ടതാണെന്ന്, നീ കണ്ടതാണെന്ന് ഉറപ്പുണ്ടോ? നീ കണ്ടതാണ്, നീ കേട്ടതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാറ്റമില്ല. പ്രൈസ് ഗോഡ്. ഇതാണ് പൗലോസ് പറയുന്നത്. വായിച്ച് 23-ാം അധ്യായം 27-ാം അധ്യായം 23. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പൗലോസേ, നിനക്കൊരു കുഴപ്പവും പറ്റത്തില്ല, നിൻ്റെ കൂടെയുള്ളവർക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല. കപ്പലിലുള്ളത് ആരൊക്കെയെന്നറിയാമോ? കപ്പലുടമസ്ഥൻ മാലൂമി. ദൈവത്തിൻ്റെ വചനപ്രകാരം നോക്കിയാൽ രക്ഷിക്കപ്പെടാത്ത, മാനസാന്തരപ്പെടാത്ത കുറേ പേര് ആ കപ്പലിനകത്തുള്ളത്. പക്ഷേ അവരോടെല്ലാം ദൈവത്തിന് കരുണ തോന്നിയത് ഈ ഒരൊറ്റ പൗലോസ് കാരണമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിൻ്റെ വീട്ടിൽ നീ ഒരാൾ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, നീ ഒരാൾ ആരാധിക്കുന്നവനാണെങ്കിൽ, നിൻ്റെ മുഖത്തെ ആദരിച്ചുകൊണ്ട് നിൻ്റെ വീട്ടിലുള്ള സകലരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. പ്രൈസ് ഗോഡ്. ഉടബല ഹദ്ര ജബന ദരഗ ദഗര കദിന്തര ദരബല ഹസ്തര ബൗഡർ സൗഡർ ഹൗദർ ജാലക രംബല ബൗഡർ രംബർ കരദർ കർദരവ. ആമേൻ. ദൈവം കരുണ കാണിച്ചാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ സാറിന് പറയണം, ഒരു വിഷയം പ്രാർത്ഥിക്കാമെന്നങ്ങ് തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവം എന്നോട് കരുണ കാണിക്കുമെന്ന് വിശ്വസിക്കുന്ന നിമിഷം തൊട്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം അങ്ങ് ആരംഭിക്കുകയാണ്. നിന്നെ തകർക്കാൻ നിൽക്കുന്ന ശത്രുവിനെ, നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന ശത്രുവിനെ നിൻ്റെ അടുത്ത് നിന്ന് ഓടിച്ചു മാറ്റിയിട്ട്, കൊടുങ്കാറ്റിനെയും കിഴാനെയും ശ്വാസിച്ചിട്ട് നിൻ്റെ ജീവിതത്തിൽ നിന്നെ തകർക്കാൻ നിൽക്കുന്ന ശക്തികളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ഗോഡ്. മനസ്സിലായി? നമുക്ക് ഈ ഒരു ധൈര്യവും ഈ ഒരു ഉറപ്പും അത് ദർശനത്തിൽ കൂടെയും വെളിപ്പാടിൽ കൂടെയും ദൈവിക ശബ്ദത്തിൽ കൂടെയും ഭക്തന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു ചരിത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അത് തന്നെയാണ് ഇന്നും ദൈവത്തിൻ്റെ പരിപാടി.
ആമേൻ. കൊടുങ്കാറ്റിൽ വിടുമ്പോൾ, തിരമാലകൾ അടിക്കുമ്പോൾ, സൂര്യനെ കാണാതിരിക്കുമ്പോൾ, ചന്ദ്രനെ കാണാതിരിക്കുമ്പോൾ, നക്ഷത്രങ്ങളെ കാണാതിരിക്കുമ്പോൾ, കൈവിട്ട് പാറിപ്പോകുമ്പോൾ, ആശ അറ്റുപോകുമ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസിനോട് എങ്ങനെ ഇടപെട്ടോ ആ ദൈവം അതുപോലെ തന്നെയാണ് ഇന്നും എന്നോടും നിന്നോടും ഇടപെടാൻ പോകുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ ദൈവശബ്ദം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നവരൊന്ന് കരം പൊക്കാമോ? ഓക്കെ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാണാൻ വേണ്ടിയല്ല, വല്ലവരും ഉണ്ടോയെന്ന് അറിയാനാണ്. ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങളൊരു തീരുമാനം എടുക്കാമോ? ഞാൻ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറില്ല. കാരണം സന്ധ്യക്ക് കിടന്നാൽ പിന്നെ നേരം വെളുക്കുമ്പോഴാണ് അറിയുന്നത് എന്നുള്ള ആളുകൾ ഒരു തീരുമാനമെടുക്കാമോ? ദൈവമേ, രാത്രി എന്നെ ഉണർത്തിയ ഞാൻ ഉണർന്നിട്ട് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി വീണ്ടും പുതപ്പ് മൂടി കിടക്കത്തില്ല, 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചേ കിടക്കത്തുള്ളൂ. ഒന്ന് തീരുമാനിച്ച് നോക്കി. ഇന്ന് രാത്രി തട്ടി ഉണർത്തും. ഇന്ന് രാത്രി ദൈവം നിന്നെ തട്ടി ഉണർത്തും. ഒരു തീരുമാനമെടുക്കുക. എഴുന്നേറ്റാൽ 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ ഞാൻ തിരിഞ്ഞു പിന്നെ കിടക്കുന്ന പ്രശ്നമുള്ളൂ. എഴുന്നേറ്റാൽ ഒരു വാക്യമെങ്കിലും വായിച്ചിട്ടേ പിന്നെ കിടക്കുന്ന പ്രശ്നമുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രാത്രിയുടെ യാമങ്ങളിൽ ദൈവം നിന്നോട് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പരിപാടി ഇതുപോലൊരു തീരുമാനം ഇന്ന് രാത്രി എടുക്കാമോ? എൻ്റെ ദൈവം എന്നോട് സംസാരിക്കട്ടെ, നിന്റെ ദൈവം നിന്നോട് സംസാരിക്കട്ടെ, നിന്റെ വിഷയങ്ങളെ തൊട്ട് സംസാരിക്കട്ടെ. ആരും അറിയാതെ, ആരും കേൾക്കാതിരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുന്നത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ രാത്രി എഴുന്നേറ്റ് മുട്ടുകുത്തുകയോ മുട്ടുകുത്താതെയോ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, ദൈവസന്നിധിയിൽ ഒരല്പസമയം അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നീ ഈ പറഞ്ഞ ശബ്ദമൊക്കെ കേൾക്കും, ചിലതൊക്കെ കാണും. ഗുണമെന്നറിയാമോ? ആ കേട്ടത് പിന്നെ ആയുസുള്ളിടത്തോളം കാലം മറക്കത്തില്ല. ആ കണ്ടത് ആയുസുള്ള കാലത്തോളം മറക്കത്തില്ല. കാരണം അത് നിന്റെ വിഷയത്തെ തൊട്ട മറുപടികളാണ്, നിന്റെ വിജനത്തെ തൊട്ട മറുപടികളാണ്, നിന്റെ ഹൃദയത്തെ തൊട്ട മറുപടികളാണ്, നിന്റെ തലമുറയ്ക്ക് വേണ്ട മറുപടിയാണ്, കുടുംബത്തിന് വേണ്ട മറുപടിയാണ്, രോഗത്തിന് വേണ്ട മറുപടിയാണ്, ജീവിതത്തിന് വേണ്ട മറുപടിയാണ്. ദൈവം സംസാരിക്കട്ടെ, ദൈവം സംസാരിക്കട്ടെ, ദൈവം സംസാരിക്കട്ടെ, ദൈവം സംസാരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. എൻ്റെ ദൈവം എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആമേൻ. നിങ്ങൾ വേണമെങ്കിൽ സമയം പറഞ്ഞു, ഇന്ന് തന്നെ ഒരു 3 മണിക്ക് എനിക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ച് കിടന്നു നോക്കിക്കോ. അലാറം വയ്ക്കണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തട്ടി ഉണർത്തുമ്പോൾ വാച്ചെടുത്ത് നോക്കിക്കോ, 3 മണിയായിരിക്കും, കൃത്യം 3 മണിയായിരിക്കും. ദൈവത്തിന് തെറ്റത്തില്ല, ദൈവത്തിന് സമയങ്ങൾ തെറ്റത്തില്ല, കാലങ്ങൾ തെറ്റത്തില്ല. ഈ നാളുകളിൽ ഉടബന ഹതുര ജബന ത്വര അർദാരൗദേ അംഗാരാഗാധീന മനവാഹന്ദന ജൗഡ റഗഡ ദലബല ഹൗര ഗരബ്ര ഹംദര. ഹല്ലേലൂയ. ആ പൗലോസ് പറയുകയാണ്, ഇന്നലെ രാത്രി എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ അടുക്കൽ നിന്നു. ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം ഉണ്ടായെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യന് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല, മന്ത്രിമാർക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല, രാഷ്ട്രീയക്കാർക്ക്, പോലീസുകാർക്ക്, കോടതിക്ക് ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്ന രാത്രിയാണ്, ദൈവം നിന്നോട് സംസാരിക്കുന്ന രാത്രിയാണ്. നിന്റെ ജീവിതത്തിൽ ഇതൊരു അനുഭവമാക്കി മാറ്റാൻ പ്രാർത്ഥിക്കുക. ഇന്നൊരു അനുഭവമാക്കി ഇത് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. പൗലോസ് പറഞ്ഞു, ഇന്നലെ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ നിന്ന് എന്താ പറഞ്ഞു? വായിച്ചേ. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൗലോസ് ദൂതനെ അല്ല വിശ്വസിക്കുന്നത്, ദൂതനെ അയച്ച ദൈവത്തെ. എങ്ങനെ വിശ്വസിക്കുന്നു? എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്ത് പറയുകയാണ്. രാത്രി ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഒരു അരുളപ്പാട് മേടിക്കുക, അതുപോലെ തന്നെ
വള്ളി പുള്ളി മാറ്റമില്ലാതെ നടക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ മറുപടി സ്വർഗമാണ് തരേണ്ടത്, മനുഷ്യനല്ല. മനുഷ്യന്റെ വ്യവസ്ഥയല്ല, ഈ രാജ്യത്തിന്റെ നിയമങ്ങളല്ല, സ്വർഗത്തിലെ ദൈവമാണ് നിന്റെ വിഷയത്തിന് മറുപടി തരേണ്ടത്. ആമേൻ. പ്രൈസ് ഗോഡ്. എൻ്റെ അനുഭവം പറയാം, ആര് എന്ത് പറഞ്ഞാലും ഞാനതിന് 100% അങ്ങ് എടുക്കാറില്ല. പക്ഷേ എൻ്റെ ദൈവം പറഞ്ഞ പിന്നെ ആര് തിരിച്ചു പറഞ്ഞാലും എനിക്ക് വിഷയമല്ല, അതുപോലെ അതങ്ങോട്ട് ഏറ്റെടുക്കും. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ ദൈവം സഹായിച്ചത് ഓർത്ത് നിങ്ങളോട് പറയുകയാണ്, ദൈവം നിന്നോട് സംസാരിക്കട്ടെ, ദൈവം സംസാരിക്കട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ പൗലോസിനോട് ഞാൻ സേവിക്കുന്ന ദൈവം എന്നോട് വന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് ഏതാണെന്നുള്ളതൊന്നും വിഷയമല്ല, ദൈവം പറഞ്ഞിട്ടുണ്ട് വിടുവിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയൊക്കെ ഉപയോഗിക്കാൻ നോക്കിയാൽ നടക്കുകയില്ല കേട്ടോ, നടക്കുകയില്ല. പ്രൈസ് ഗോഡ്. അവിടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഇത്രയും വിശ്വസിച്ചാൽ എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുക, ഒരുത്തരം തടുക്കത്തില്ല. ആമേൻ. അപ്പോൾ അതുകൊണ്ട് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു, മർക്കോസ് 5:35 വായിച്ചോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. നീ വേറെ ഒന്നും ചെയ്യണ്ടെന്ന്, പേടിക്കണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രി അതിന് തയ്യാറാണ്, വിശ്വസിക്കാൻ തയ്യാറാണ്. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മനസ്സിൽ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതമുണ്ടല്ലോ, നിന്റെ വീട്ടിൻ്റെ അകത്ത് നടക്കാൻ പോവുക. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ, ജീസസ്, the name of Lord Jesus, യേശുവിൻ്റെ നാമത്തിൽ, the name of Lord Jesus, let signs and wonders and miracles happen. നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, കുടുംബങ്ങളിൽ നടക്കട്ടെ, വീടുകളിൽ നടക്കട്ടെ, ഉള്ളറകളിൽ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ വചനപ്രകാരം പേടിക്കാതെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കാമെങ്കിൽ നിൻ്റെ അകത്ത് നടക്കുമെന്ന് പറഞ്ഞ അത്ഭുതമുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ പള്ളിപ്രമാണിക്ക് എങ്ങനെയോ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്, യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ അത്ഭുതം നടക്കും. പ്രൈസ് ഗോഡ്. അതേ പിടിച്ചങ്ങ് നിന്നേച്ചാൽ മതിയെന്ന്. നിനക്ക് കിട്ടിയ വെളിപ്പാടിൽ നീ കേട്ട ശബ്ദത്തിൽ അങ്ങ് തൂങ്ങിക്കിടന്നാൽ മതി. ഇന്ന് രാത്രി ആ ശബ്ദം വൃഥാവല്ലായിരുന്നു, ആ വെളിപ്പാട് വെറുതെ അല്ലായിരുന്നു. എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു, അതുപോലെ തന്നെ സംഭവിക്കും. പ്രൈസ് ഗോഡ്. എന്നിട്ട് പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അപ്പോൾ കോമൺ സെൻസ് വെച്ച് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കുക. ആരാവാര കൂട്ടം വന്ന് കരഞ്ഞ് വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്യം, അകത്ത് കടന്നു, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമോ? അതാ വിശ്വസിക്കേണ്ടത്. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ. ഇന്ന് രാത്രി നിന്റെ വിഷയം നീ കാണുന്നത് പോലെ അല്ലെന്ന്, നീ കാണുന്നതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇന്ന് രാത്രി ഓമൻ മരണത്തെ നിദ്രയാക്കി മാറ്റുവാൻ, മരണത്തെ വെറും ഉറക്കമാക്കി മാറ്റാൻ കഴിവുള്ളവൻ്റെ കയ്യിലാണ് നീ ആയിരിക്കുന്നത്. നിന്റെ കൂടെ നിൽക്കുന്നവൻ അവനാണ്. ഉടവില ഹതുരക ജനവല ഹത്തറ ദറബ രഗത രഗത നഗത രഗത നഗത ജനവ ലഗുട ധകല ജലബ തൗടക സന്ദര. Oh Jesus. Praise God. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. നാട്ടുകാർ പറയും മരിച്ചു, ഡോക്ടർമാർ പറയും മരിച്ചു, പ്രായമുള്ളവർ പറയും മരിച്ചു, കണ്ടിട്ടുള്ളവർ പറയും മരിച്ചു, തൊട്ട് നോക്കിയവർ പറയും മരിച്ചു, എല്ലാ തെളിവുകളും വെച്ച് പറയും മരിച്ചു മരിച്ചു മരിച്ചു. പക്ഷേ പ്രൈസ് ഗോഡ്, വിശ്വാസം നിന്നോട് പറയും, യേശു നിന്നോട് പറയും മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഒറ്റ
വിളി വിളിക്കേണ്ട താമസമേ ഉള്ളൂ, എഴുന്നേറ്റ് വരും. ഇന്ന് രാത്രി ഒരൊറ്റ വിളിയുടെ മുമ്പിൽ, ഒറ്റ വിളിയുടെ മുമ്പിൽ നിന്റെ നഷ്ടപ്പെട്ടു പോയത് കിട്ടി തിരികെ വരത്തക്കവണ്ണം കഴിവുള്ളൊരു ദൈവമായി ദൈവം. മനസ്സിലായോ? ആരും എന്തും പറയട്ടെ, എന്തും പറയട്ടെ, ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ആരും എന്തും പറയട്ടെ, എൻ്റെ യേശു എന്തു പറയുന്നു, എൻ്റെ ദൈവം എന്തു പറയുന്നു. ഇത് കേൾക്കണമെങ്കിൽ, ഇത് അറിയണമെങ്കിൽ ദൈവശബ്ദത്തിന് കാതോർക്കണം. അങ്ങനെ ദൈവം തന്നോട് സംസാരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുന്നവരോടുള്ള വചനമാണ് 16-ാം സങ്കീർത്തനം, പ്രോവർബ് 16:20. ഇവിടെ വായിച്ച്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. എന്ത് വിഷയമായാലും, എത്ര ഭോഷത്വമാണെന്ന് തോന്നിയാലും തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് വിശ്വാസം. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം. എബ്രായർ 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. വിശ്വാസത്താൽ നോഹ ഒരു പെട്ടകം തീർത്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒന്നും തോന്നത്തില്ലായിരുന്നു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്. കർത്താവ് നോഹയോട് പറഞ്ഞു, നോഹയെ നീ ഒരു കാട്ടിൽ ചെന്ന് ഗോഫർ മരം കൊണ്ടുവന്ന് ഒരു പെട്ടകം ഉണ്ടാക്കുക. 300 മുഴം നീളം, 150 മുഴം വീതി, 75 മുഴം പൊക്കം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 30 മുഴം വീതി, 75 മുഴം പൊക്കം. ഇങ്ങനെയുള്ള ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഒരു പെട്ടകമുണ്ടാക്ക്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കാൻ പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 2:5-6 നോക്കിയേ. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ഗോഡ്. നോഹയുടെ കാലത്ത് യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. പ്രൈസ് ഗോഡ്. അപ്പോഴാണ് പറഞ്ഞത്, നോഹയെ നീ ഒരു പെട്ടകമുണ്ടാക്ക്, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കാൻ പോകുന്നു. 6-ാം അധ്യായത്തിൽ വായിച്ചേ മഴയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ യഹോവ താണ്ടി പോട്ടെ. പറഞ്ഞ ബാക്കി അത്ര കിട്ടിയോ? 40 രാവും 40 പകലും. വായിച്ചോ, താതിക്കോ. നോഹയുടെ കാലത്തെ കാര്യം 6-ാം അധ്യായം 13 വായിച്ചു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്നാൽ സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. മഴ പെയ്യിക്കാൻ പോകുന്നു. താത്തിക്കോ, മുകളിലോട്ട് പോട്ടെ. 14, 14 താഴോട്ട് പോവാ. നീ ഗോഫർ മരം കൊണ്ട് ഇല്ലെന്നേ, ആ വാക്യം എടുത്തങ്ങ് വായിച്ചാൽ മുഴുവൻ വായിച്ചു തീർക്കുന്നതിനാ. 17 ആകാശത്തിന് കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം. 4-ാം വാക്യം 7:4. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. 40 രാവും 40 പകലും മഴ പെയ്യിക്കും. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഒരു പെട്ടകം തീർത്തു. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായൊരു പെട്ടകം തീർത്തു. പ്രൈസ് ഗോഡ്. വിശ്വാസം അപ്ലൈ ചെയ്യുമ്പോൾ പലതും അതുവരെ കാണാത്ത കാര്യത്തിലായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നോഹ വിശ്വാസത്താൽ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. പ്രൈസ് ഗോഡ്. അവൻ നോഹയെ പോലെ വിശ്വാസത്താൽ ചിലത് ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടായാൽ, പ്രൈസ് ഗോഡ്, നമുക്ക് നോക്കാം. ആമേൻ. പ്രൈസ് ഗോഡ്. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ.
യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. രണ്ട് വിശേഷണം. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. എന്നിട്ട് അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥി ജീവിക്കുമോ? ഈ ഉണങ്ങിയ അസ്ഥി ജീവിക്കുമോ? ഈ ചെതറിക്കിടക്കുന്ന അസ്ഥി ജീവിക്കുമോ? പ്രവാചകന് അവൻ്റെ സ്വന്തം കഴിവിൽ, അറിവിൽ, പരിചയത്തിൽ ഒരു മറുപടിയില്ല. പക്ഷെ അവന് ബുദ്ധിയോടൊരു കാര്യം പറഞ്ഞു, കർത്താവേ, നീ അറിയുന്നു. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, നിൻ്റെ വിഷയത്തിന് ജീവിക്കുമോ ഇല്ലയോ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഒരൊറ്റ മറുപടി കൊടുക്കുക, എൻ്റെ കർത്താവ് അറിയുന്നു, എൻ്റെ ദൈവം അറിയുന്നു. അവനെന്നെ ലജ്ജിപ്പിക്കത്തില്ല, അവനെന്നെ നിന്ദിക്കാൻ അനുവദിക്കത്തില്ല, ശത്രുവിൻ്റെ നിന്ദയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഈ ഒരു അറിവ് അങ്ങോട്ട് വ്യാപരിച്ച് കഴിയുമ്പോൾ, കർത്താവേ നീ അറിയുന്നു എന്ന് പറഞ്ഞപ്പം അടുത്ത വാക്യം വായിച്ച്, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. നടക്കുന്ന കാര്യം വല്ലതുമാണോ ദൈവമക്കളെ? ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഇവിടെ ഉണങ്ങാത്ത അസ്ഥി ചെവി ഉണ്ടായിട്ട് കേൾക്കാൻ ആളില്ല. പ്രൈസ് ഗോഡ്. അല്ലേ? ജീവനോടെ കണ്ണുമിഴിച്ചിരിക്കുന്നതിനോട് പറഞ്ഞിട്ട് കേൾക്കാൻ നേരമില്ല. അപ്പോഴാണ് ഈ ചത്ത ഉണങ്ങി ദ്രവിച്ച് കിടക്കുന്ന അസ്ഥികളോട് യഹോവയുടെ വചനം കേൾപ്പി. ദൈവമക്കളെ, നിനക്ക് തോന്നും ഇതൊന്നും നടക്കുന്ന പ്രശ്നമല്ല. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കാമോ, വചനത്തിന് കഴിയാത്തത് ഒന്നുമില്ല. ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ദൈവവചനം വ്യാപരിക്കട്ടെ. ചെതറിക്കിടക്കുന്ന അസ്ഥികളുടെ മേൽ ദൈവവചനം വ്യാപരിക്കട്ടെ. ചെതറിക്കിടക്കുന്ന, ഉണങ്ങിക്കിടക്കുന്ന, ദ്രവിച്ച് കിടക്കുന്ന അസ്ഥികളുടെ മേൽ ദൈവവചനം വ്യാപരിക്കണം. ഈ ഒരുമാതിരിപ്പെട്ട വിശ്വാസികൾക്കൊക്കെ ഒരു ഗുണം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഒരു വാക്യം കിട്ടിയാൽ മതി, പിന്നെ അവർക്ക് ഒരു പ്രശ്നവുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരൊറ്റ വാക്യം കിട്ടിയാൽ ഞാൻ അതേലങ്ങോട്ട് തൂങ്ങിക്കിടന്നുകൊണ്ട് അതങ്ങ് പിടിച്ചു വെച്ചുകൊണ്ട് ഞാൻ പിന്നെ സമാധാനമായിട്ട് ഇരിക്കുമെന്ന് അനുഭവമുള്ളവർ ഒരു കരമെടുത്ത് സ്തോത്രം ചെയ്യാമോ? പ്രശ്നം തീരാൻ അത് മതിയെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും, ചെതറിക്കിടക്കുന്നതാണെങ്കിലും, ഉണങ്ങിയതാണെങ്കിലും, താഴ്വരയിൽ എത്ര അസംഖ്യമാണെങ്കിലും, അതിൻ്റെ മേൽ വ്യാപരിക്കാനുള്ള ശക്തിയുള്ള ഒന്ന് ദൈവവചനമാണ്. അതങ്ങോട്ട് വ്യാപരിക്കട്ടെ. ആ വചനം അങ്ങോട്ട് വ്യാപരിക്കട്ടെ. വചനം അങ്ങോട്ട് വ്യാപരിക്കട്ടെ. നിന്റെ വിഷയത്തിൽ വ്യാപരിക്കട്ടെ. അസ്ഥികളിന്മേൽ വ്യാപരിക്കട്ടെ. ഉണക്കിന്മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് വചനത്തിലാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. എനിക്ക് നല്ല ഉറപ്പാണ്, ഈ വചനം അതിവേഗം ഓടും, ഈ വചനം സൗഖ്യം നൽകും, ഈ വചനം കെട്ടുകളെ പൊട്ടിക്കും, ഈ വചനം ബന്ധനങ്ങളെ അഴിക്കും, ഈ ജനത്തിൻ്റെ ജനയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമുക്ക് വേണ്ടത് വചനത്തിൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യൻ്റെ കൈ കൊണ്ട് നടക്കുന്ന ഒരു കാര്യവും നമുക്ക് വേണ്ട. മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ടുള്ള ഒരു കാര്യവും നമുക്ക് വേണ്ട. നമുക്ക് വചനത്തിൻ്റെ പ്രവൃത്തിയും വിടുതലാണ് വേണ്ടത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പറഞ്ഞു, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ. തമ്പുരാൻ ബോധമില്ലാതല്ല, കണ്ടീഷൻ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഉണങ്ങിയ അസ്ഥികളെ, ചെതറിക്കിടക്കുന്ന അസ്ഥികളെ, പരന്ന് കിടക്കുന്ന അസ്ഥികളെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾപ്പീൻ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഇന്ന് പകൽക്കാലം ഉണക്ക് മാറാൻ, ദ്രവത്വം മാറാൻ, ജീർണിക്കുന്ന അനുഭവം മാറാൻ, ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിൽ തകർന്നു കിടക്കുന്ന അനുഭവത്തിന് മാറ്റം വരുവാനും ഇന്ന് രാത്രി പ്രവാചകനിൽ കൂടെ ദൈവത്തിന് പറയാനുള്ളത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. അടുത്ത വായിച്ചു. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന്
ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഏതിനോടെ പറയുന്നത് അറിയാമോ? ഉണങ്ങിയ അസ്ഥിയോടാ. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഈ അസ്ഥിയിൽ ശ്വാസം വന്നാൽ അസ്ഥി എഴുന്നേറ്റ് നടക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു വഴിയെ പോകുമ്പോൾ ഒരു മനുഷ്യൻ്റെ അസ്ഥി കൂടെ ഇങ്ങോട്ട് നടന്നു വരികയാണെന്ന് വിചാരിക്കുക. എന്തോ ചെയ്യും നിങ്ങൾ? അച്ചായ വരാൻ പറയുമോ? ജീവനും കൊണ്ട് ഓടും അല്ലേ? പ്രൈസ് ഗോഡ്. പക്ഷെ യഥാർത്ഥ വായിച്ചേ. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഷെയ്പ്പ് പോയി കിടക്കുന്ന നിങ്ങളെ ഷെയ്പ്പിലാക്കുമെന്ന്, ഒരു നല്ല ഷെയ്പ്പിലാക്കുമെന്ന്. ഇന്ന് പകൽക്കാലം ഷെയ്പ്പില്ല, എല്ലാം തകർന്ന് തരിപ്പണമായെന്ന് വിചാരിക്കുന്ന സ്ഥാനത്താണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് തൊക്കുകൊണ്ട് പൊതിഞ്ഞ് ശ്വാസം വരുത്തും. ആമേൻ. അതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? തലയോട് കണ്ടാൽ ആരാന്നറിയാൻ പറ്റത്തില്ല, കൈയുടെയും കാലിൻ്റെ എല്ല് കണ്ടാൽ ആരാന്നറിയാൻ പറ്റത്തില്ല, പത്തവാരി കണ്ടാലും ആരുടെയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതേൽ ഞരമ്പങ്ങോട്ട് വെച്ച് മാംസം അങ്ങോട്ട് പിടിപ്പിച്ച് തൊക്കുകൊണ്ട് പൊതിഞ്ഞ് കിടക്കുമ്പോൾ മനസ്സിലാകും ഇത് ഇന്നാരാണെന്ന്. ആമേൻ. നിന്റെ ജീവിതത്തിൽ നിനക്ക് പേർ ചൊല്ലി വിളിക്കത്തക്കവണ്ണം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പേർ ചൊല്ലി വിളിക്കത്തക്കവണ്ണം വലിപ്പമുള്ള ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പേര് ചൊല്ലി വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം, ഒരു ദൈവശാസ്ത്രജ്ഞൻ ഇങ്ങനെ എഴുതിയത് ഞാൻ വായിച്ചിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആമീൻ. ബഥാന്യയിലെ മർത്തയുടെയും മറിയുടെയും വീട്ടിൽ ചെന്ന് മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ശവമിരിക്കുന്ന കല്ലറയുടെ വാതുക്കൽ നിന്നുകൊണ്ട് യേശു ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അന്ന് വരെ മരിച്ച മുഴുവനും പുറത്തു വന്നേനെന്ന്. നിന്റെ വിഷയത്തെ പേര് ചൊല്ലി വിളിക്കും. നിന്റെ സഹോദരൻ ലാസറിനെ മാത്രം പേര് ചൊല്ലി വിളിച്ച് നിന്റെ കയ്യിൽ കൊണ്ടുതരുന്ന ദൈവമാണ്. നീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. നിന്റെ വിഷയത്തെ തൊട്ടുപിടുത്തല. യേശു മാർത്തയെയും മറിയെയും സ്നേഹിച്ചു, ലാസറിനെയും സ്നേഹിച്ചു. അതുകൊണ്ട് മാർത്തയുടെ കണ്ണീര് മാറ്റാൻ, മറിയയുടെ കണ്ണീര് മാറ്റാൻ, പ്രൈസ് ഗോഡ്, വല്ലവനെ അല്ല വിളിച്ചു വരുത്തുന്നത്, നിന്റെ ലാസറിനെ തന്നെ പേരെടുത്ത് വിളിക്കും. നിന്റെ വിഷയത്തിൻ്റെ ആ പേര് ചൊല്ലി, നിന്റെ രോഗത്തിൻ്റെ പേര് ചൊല്ലി, നിന്റെ ദുഃഖത്തിൻ്റെ പേര് ചൊല്ലി, നിന്റെ പ്രശ്നത്തിൻ്റെ പേര് ചൊല്ലി വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞങ്ങൾ ഒരിക്കൽ, ഞാൻ ഈ വാര്യവന യോനാച്ചാൻ്റെ പല കാര്യങ്ങളും അനുഭവത്തിലുണ്ട്. ഞാൻ ആകപ്പാടെ വിശ്വസിക്കുന്ന ഒരു പ്രവാചകൻ പുള്ളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. വാര്യവന യോനാച്ചാൻ്റെ അടുക്കൽ ഒരിക്കൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ അതിലേക്ക് കയറി. അന്ന് ഞങ്ങൾ ഈ വീട് പണി, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഞങ്ങൾ മേടിച്ചിട്ടേ ഉള്ളൂ, വീട് വെച്ചിട്ടില്ല. കർത്താവിൻ്റെ ദാസൻ എന്നോട് ഞങ്ങൾ പറഞ്ഞു, നീ താമസിക്കുന്ന സ്ഥലം ഇരുട്ടുമുക്ക, 24 മണിക്കൂറും അവിടെ ഞാൻ പ്രകാശം വരുത്തുന്നു പറഞ്ഞു. ഞാൻ ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ ആ സ്ഥലത്തിൻ്റെ ഇട്ടേക്കുന്ന പേര് ഇരുട്ടുമുക്കെന്നാണ്. കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ വന്നിട്ടില്ല, ഒരു പിടിയില്ല. അദ്ദേഹം പറഞ്ഞു, നീ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഇരുട്ടുമുക്കെന്നാണ്, ഞാനതിനെ 24 മണിക്കൂറും പ്രകാശമുള്ളതാക്കും. നിങ്ങൾ വന്ന് നോക്കിയ തൊട്ടടുത്തൊരു എഞ്ചിനീയറിംഗ് കോളേജ് വന്നേക്കുന്നത് കൊണ്ട് അതിൻ്റെ മേളിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന സോഡിയം പേപ്പർ ലാമ്പുകളുടെ വെളിച്ചം ഞങ്ങളുടെ മുറിയുടെ അകത്ത് വരെ വരും. ആ പ്രദേശം മുഴുവൻ 24 മണിക്കൂറും വെട്ടമാണ്. ഇരുട്ടുമുക്കിനെ വെളിച്ചമുള്ള സ്ഥലമാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് പറയേണ്ട താമസമേ ഉള്ളൂ. ഇന്ന് നിന്റെ അന്ധകാരങ്ങളുടെ വിഷയങ്ങൾ, ഇരുട്ടുകയറിയിരിക്കുന്ന വിഷയങ്ങൾ, തകർന്നു കിടക്കുന്ന വിഷയങ്ങൾ, ഒരു മനുഷ്യനും കയറി ഇറങ്ങാത്ത സ്ഥലത്ത് ഉള്ളട ബൗഡക ജനബല ഹത്തല ബൗഡ ചമ്പര കരബല ഹത്തുര ബരവ രൗഡ ജനബ രഗത ചിന്നതല ഹത്തല വാര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കേണ്ടതിന് അതിൻ്റെ മേൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീ ഊതുക. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, വായിച്ചാട്ടെ, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ യഹോവ എന്ന്. ഇതിൻ്റെയൊക്കെ പരമമായ ഉദ്ദേശം എന്നറിയാമോ? നമുക്കൊരു ദൈവം ഉണ്ടെന്ന് നാട്ടുകാരറിയണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മുടെ ചുറ്റുപാടുകൾ അറിയണം. നമ്മുടെ ദൈവം മാറാത്തവനാണെന്ന്, യേശു മാറാത്തവനാണെന്ന്, യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് നിന്നിൽ കൂടെ നാട്ടുകാരറിയണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. എന്നാ പറഞ്ഞറിയാമോ? ഉണങ്ങിയ അസ്ഥികളെ ജീവിക്ക്, ഉണങ്ങിയ അസ്ഥികളെ ജീവിക്ക്, ഉണങ്ങിയ അസ്ഥികളെ ജീവിക്ക്, ഉണങ്ങിയ അസ്ഥികളെ ജീവിക്ക്. നാട്ടുകാർ വിചാരിക്കുമ്പോൾ തോന്നി ഇവനെന്നെ വട്ടുപിടിച്ചു. ഉണങ്ങിയ അസ്ഥികളെ ജീവിക്ക്, ഉണങ്ങിയ അസ്ഥികളെ ജീവിക്ക്. ഇന്ന് നിന്റെ പ്രശ്നത്തെ നോക്കിക്കൊണ്ടൊന്ന് പറയാമോ? ഉണങ്ങിയ അസ്ഥി ജീവിക്കട്ടെ, 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 ഉണങ്ങിയ അസ്ഥി ജീവിക്കട്ടെ. ആരും എന്ത് പറഞ്ഞോട്ടെ, നിന്റെ അസ്ഥികൾ ജീവിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കാൻ പോകുകയാണ്. ഉടബല കതിരക ജനബല കത്തല ബൗഡ രക്തം ചെയ്യും. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഈ മാസം 22-ാം തീയതികൾക്കകം ചില ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുന്ന കാഴ്ചയിൽ കാണാൻ പോകലാണ്. യെസ് യെസ് യെസ്. വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവകൃപ വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ആമേൻ. 22-ാം തീയതിക്കകം ചില ഉണങ്ങിയ അസ്ഥികൾ, ആമേൻ, ഞരമ്പ് വച്ച് മാംസം കൊണ്ട് പൊതിഞ്ഞ്, ത്വക്ക് കൊണ്ട് പൊതിഞ്ഞ്, ഹല്ലേലൂയ, എങ്ങനെ ഷേപ്പിൽ കൊണ്ടുവരുമോ അതുപോലെ ദൈവവചനത്തിൻ്റെ ശക്തി ചില ആഴങ്ങളിൽ പ്രവർത്തിക്കുന്ന ദിവസങ്ങൾ. ഉടബല ഹതുറ ജബനക തകര ദലബൽ ഖൗഡ റബ്ബർ ഖാതക ജിനത്തൽ ഹസ്തൻ ഖൗഡ ശബ്ദ. വായിച്ചേ. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. നോഹ വിശ്വാസത്താൽ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്, മനസ്സിലായതോ? വിശ്വാസത്താൽ തൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ആമേൻ. പ്രവാചകനായിരിക്കുന്ന എസക്കിയേൽ, ഹല്ലേലൂയ, എന്ത് ചെയ്യുന്നറിയാമോ? അവനോട് കൽപ്പിച്ചതുപോലെ അങ്ങ് പ്രവചിച്ചു. ഉണങ്ങിയ അസ്ഥികളെ നിങ്ങൾ ജീവിക്ക്. നിങ്ങൾക്ക് തോന്നുന്നത് തമാശാണെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയേ, വിശ്വാസത്തെ പറഞ്ഞു നോക്കിയേ. ഇതൊക്കെ ചലിക്കുന്നത് കാണാൻ പറ്റും, ഇതൊക്കെ അനങ്ങുന്നത് കാണാൻ പറ്റും, ഇത് ജീവൻ വെക്കുന്നത് കാണാൻ പറ്റും. ഇത് ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൈവകൃപയിൽ ആമേൻ അനങ്ങുന്നത് കാണാൻ പറ്റും. ഞാൻ ചുമ്മാ പറയല്ല കേട്ടോ. നിങ്ങൾ വിശ്വാസത്തോടെ ഒന്ന് പെരുമാറി നോക്ക്. ഇതിൻ്റെ പേരാണ് അത്ഭുതം. ഉണങ്ങിയ അസ്ഥികളെ ജീവിക്കുന്ന പരിപാടിക്കാണ് അത്ഭുതമെന്ന് പറയുന്നത്. ചെതറിക്കിടക്കുന്ന അസ്ഥികൾക്ക് ജീവൻ വയ്ക്കുന്ന പരിപാടിയാണ് അത്ഭുതം. അങ്ങനെ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. അസ്ഥിയോട് വന്നു ചേർന്നു. ഞാൻ വിചാരിക്കുകയാണ്, ഈ ഭൂകമ്പം വരുമ്പം സാധാരണ സംഭവിക്കുന്നത് കെട്ടിടങ്ങളുടെയൊക്കെ ഈ കല്ലിലിരിക്കുന്ന കല്ല് താഴെ പോവുക, കൂടിയിരിക്കുന്നത് ചെതറുന്ന പരിപാടിയാണ് ഭൂകമ്പത്തിൻ്റെ പരിപാടി. എന്നാൽ ദൈവം നിൻ്റെ വചനത്തിലുള്ള വിശ്വാസം കൊണ്ട് നിൻ്റെ ചുറ്റുപാടും ഭൂകമ്പം പോലെ ചില സംഭവങ്ങൾ അങ്ങോട്ട് അഴിച്ചു വിടുമ്പോൾ അത് ചെതറിക്കുകയല്ല, പിരിക്കുകയല്ല, ചെതറിപ്പോയതിനെ ചേർക്കുന്ന പരിപാടിയായി മാറും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ദിവസം തന്നെ 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 തന്നെ. ദുര ജപന ധരമല മധുര. ആമേൻ. ഹല്ലേലൂയ.
പ്രോവർബ് എന്തോ വായിച്ചത്? വചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. പിന്നെ യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ, ഇതിപ്പിന്നെ ഭാഗ്യം എന്നെ ഉണങ്ങി ചെതറിക്കിടന്ന അസ്ഥിയൊക്കെ കൂടി ഇപ്പം ചേർന്ന് വരിക. ആമേൻ. ഒരിക്കലും ഒരിക്കലും ചേരത്തില്ലെന്ന് വിചാരിച്ച വിഷയങ്ങളുടെ മേൽ ദൈവശക്തി അങ്ങോട്ട് വ്യാപരിക്കാൻ പോകുകയാണ്. ഒരിക്കലും ഒരിക്കലും ഷെയ്പ്പ് വരത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിന് ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ് ഇന്ന് രാത്രി. ദൈവമേ ദൈവമേ ദൈവമേ, നീ പ്രവർത്തിക്കണമേ, നീ പ്രവർത്തിക്കണമേ. എന്നിട്ട് പിന്നെ ഞാൻ നോക്കി അവിടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവിടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. ഞാൻ വിചാരിക്കുകയാണ്, ഇതിനുവേണ്ടി എസക്കേൽ വല്ലതും ചെയ്തോ? പറഞ്ഞേച്ച് ചുമ്മാ നോക്കിയപ്പോൾ കാണുന്നതിനെന്നറിയാമോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അതിൽ കൂടെ ഒരു തലയോട് ഉരുണ്ടുരുണ്ട് പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നറിയാമോ? നട്ടലിൻ്റെ എല്ല് നോക്കി പോവുക. പ്രൈസ് ഗോഡ്. ഇപ്പുറത്തുനിന്നൊരു കൈ വരുന്നു. എങ്ങോട്ടാണെന്നറിയാമോ? അതിൻ്റെ തോളെല്ലാം അഴിച്ച് വരിക. ഇതൊക്കെ ഉരുണ്ട് പെരണ്ട് ചലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് അവിടെ കിടന്നൊരു ഭയങ്കര പെരുമാറ്റമാണ്. എന്തിനാണെന്നറിയാമോ? ചേരേണ്ടതുപോലെ ചേരുവാൻ ഇന്ന് രാത്രി ദൈവകൃപയുടെ വ്യാപാരം നിനക്കും നിന്റെ കുടുംബത്തിനും അവന് ഇതുപോലെ ദൈവവചനത്തിലെ ശക്തി കൊണ്ട് ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഈ ഇളക്കപ്പരിപ്പും ഈ ബഹളവും എല്ലാം നടന്നപ്പോൾ കൈയുടെ അസ്ഥി കാലേ കയറിയില്ല, കാലയുടെ തലയിലും കയറിയില്ല. എല്ലാ എല്ലും കൃത്യമായിട്ട് 5 വയസ്സുള്ളവൻ്റെ എല്ലാം 5 വയസ്സുള്ള എല്ലാം കൂടെ എടുത്ത് കൂടി, 40 വയസ്സുള്ളവൻ്റെ അതനുസരിച്ച് കൂടി, 60 വയസ്സുള്ളവൻ്റെ അതനുസരിച്ച് കൂടി, 90 വയസ്സുള്ളവൻ്റെ അതനുസരിച്ച് കൂടി. ഒരെല്ല് പോലും അവിടെ ഇവിടെയും കിടപ്പില്ല. എല്ലാം ചേരുക. നിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, നിൻ്റെ പ്രായത്തിനനുസരിച്ച്, നിൻ്റെ അനുഭവത്തിനനുസരിച്ച് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്തെടുക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപ. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഞാൻ നോക്കിയാൽ മതി. ദൈവം പറയുന്നത് പോലെ ചെയ്തിട്ട് ചുമ്മാ കയ്യും കെട്ടി ഇരുന്നു. ഇതാ ചേരാൻ പോകുകയാണ്. ദൈവം പറഞ്ഞതുപോലെ ചെയ്തിട്ട് നീ അനങ്ങാതെ ഇരുന്നു. ഇതാ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്, വിടുതലുകൾ നടക്കാൻ പോകുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ ബുദ്ധി കൊണ്ട് അളക്കരുത് കേട്ടോ. റാന്നിയിൽ മണിമലക്കാരൻ ഒരു വിശ്വാസിയുണ്ട്. റാന്നി നമ്മുടെ സഭയിൽ. അദ്ദേഹത്തെ നിങ്ങൾ പോയൊന്ന് കണ്ട് വേണമെങ്കിൽ ഞാൻ ഫോൺ നമ്പർ തരാം, ഒന്ന് ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയാം. കഴിഞ്ഞ മുമ്പത്തെ വർഷം ബിസിനസ്സുകാരനാണ്. ഇൻകം ടാക്സിൽ 50,000 രൂപ, സെയിൽ ടാക്സിൽ അന്ന് 50,000 രൂപ അടച്ചില്ലെങ്കിൽ ഉള്ള ബിസിനസ്സിന് പ്രശ്നമാകും, എല്ലാം പ്രശ്നമാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചോദിക്കാവുന്നിടത്ത് മുഴുവൻ ചോദിച്ചു. എന്നോടും ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തില്ല എന്ന്. പുള്ളി ചോദിക്കാതെ മുഴുവൻ ചോദിച്ചു. ആരും കൊടുക്കത്തില്ല. ഒടുക്കം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇദ്ദേഹം ഭാര്യയും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഭാര്യ പറഞ്ഞു, ATM ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുള്ളി പറഞ്ഞു ATM അവസാനത്തെ രൂപയും ഞാൻ ഇന്നലെ എടുത്തതാണ്. അതിനകത്ത് ഇനി ഒന്നുമില്ല. കാർഡ് ഇട്ടതിനൊക്കെ വേഗത്തിൽ തിരിച്ചു വരികയല്ലാതെ. എന്നാലും ഒന്ന് നോക്കാൻ പറഞ്ഞു. വിശ്വാസത്തോടെ ചെന്ന് ATM കാർഡ് അങ്ങോട്ട് ഇട്ട് പിൻ നമ്പറും കൂടെ അടിച്ച് ഒരു ഞെക്കി 50,000 രൂപ ഇങ്ങ് വന്നു. ഇദ്ദേഹത്തിന് അറിയത്തില്ല ഇതെവിടെ നിന്ന് വന്നെന്ന്. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോ എവിടെയും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്നറിയത്തില്ല. 50,000 രൂപ കൃത്യം വന്നു, കൊണ്ടുപോയി അടയ്ക്കുകയും ചെയ്തു. ഇന്ന് രാത്രി ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ട് ഒരൊറ്റ ബട്ടൺ ഞെക്കുമ്പോൾ അത്ഭുതങ്ങൾ നടത്താൻ കഴിവുള്ള ദൈവമാണ് ഈ ദൈവം. വിഭഖല ദുനവര ഹത്തു കൗഡ ശംബര മനവ അതുന ജമന ദലകല കൗഡ ശംബ രൗദ സാബര ജരവ. ജീസസ് 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 ജീസസ്. ഞാനൊരു വിശ്വാസിയുടെ സാക്ഷ്യം കുറേ നാൾ മുമ്പൊരിക്കൽ കേട്ടു. ഒരാൾക്ക് 300 രൂപ വേണമായിരുന്നു. പ്രൈസ് ഗോഡ്. ഇതുപോലെ നാട് മുഴുവൻ അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒടുക്കം
ദൈവത്തിന് സ്വന്തം ഭാര്യ ആലോചന പറഞ്ഞു. അപ്പോൾ ഈ പിള്ളേർക്ക് ആ കാലത്ത് ഒരു കുടുക്കയുണ്ട്, അറിയാം, ഈ കാശ് കിട്ടും, അമ്മാച്ചൻ കൊടുക്കുന്ന 50 പൈസ, അവർ കൊടുക്കുന്ന 25 പൈസ, ഇതൊക്കെ ഇട്ട് കൂട്ടി വെക്കുന്നൊരു കുടുക്കയുണ്ട്. തള്ള പറഞ്ഞു, നമുക്ക് കൊച്ചിൻ്റെ കുടുക്ക ഒന്ന് കുത്തി നോക്കാൻ തോന്നും. പ്രൈസ് ഗോഡ്. പൊട്ടിക്കാതെ ആ കുടുക്കയിൽ ഒരു ഓലനാര് വളച്ചിട്ടോ കമ്പി ഈർക്കിൽ വളച്ചിട്ടോ ഈ എടുക്കുന്നൊരു പരിപാടിയുണ്ട്. ഇങ്ങനെ അങ്ങ് എടുത്തെടുത്ത് കൊടുക്കാൻ വന്നപ്പോഴേ 300 രൂപ. നിൻ്റെ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതിരിക്കുക മാത്രമല്ല, വിധവയുടെ വീട്ടിൽ മാത്രമല്ല, സെരാപ്തയുടെ വിധവയുടെ വീട്ടിൽ മാത്രമല്ല, എലീശയുടെ കാലത്ത് മാത്രമല്ല, ഇന്നും നിന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ഈ ദൈവം മതിയായവനാണ്. പ്രൈസ് ഗോഡ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റണം? വിശ്വസിക്കാൻ പറ്റണം. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി എനിക്ക് അനുഭവങ്ങളുണ്ട്. ഒരു സാധ്യതയും കാണാതിരിക്കുമ്പോൾ, എല്ലാം പരാജയപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ദൈവമേ എന്നൊരു വിളിക്കും. അവൻ ചെറിയൊരു ഭൂകമ്പം ഉണ്ടാക്കും. പിന്നെ നീ നോക്കി നിന്നാൽ മതി. നീ ഒന്നും ചെയ്യണ്ട. ആ ഭൂകമ്പത്തിൽ അസ്ഥിയോട് ചേരും, ഞരമ്പ് വച്ച് പിടിപ്പിക്കും, മാംസം വെച്ച് പൊതിയും, തൊക്കുകൊണ്ട് പൊതിയും. ആമേൻ. അത്ഭുതം നടക്കും. ആമേൻ. എന്നിട്ട് എന്നാൽ ശ്വാസം അതിൽ ഇല്ലാതെ ഇരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. നമുക്ക് പറ്റൂ. ആരോടാ പ്രവചിക്കുന്നത്? കാറ്റിനോട്. പ്രൈസ് ഗോഡ്. കാറ്റിനോട് പറയുകയാണ്, ശ്വാസമേ, ഈ 4 കാറ്റുകളിൽ നിന്നും, കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും തെക്കൻ കാറ്റും വടക്കൻ കാറ്റും, ഈ 4 കാറ്റുകളിൽ നിന്ന് ശ്വാസമേ, ഈ ഉണങ്ങിയ അസ്ഥികൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഈ നിഹതന്മാർ, ചത്തുകിടക്കുന്ന ഇവര് ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ ഊതുക. പറയാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ പറഞ്ഞ അത്ഭുതമാണ്. ഇന്ന് രാത്രി അത്ഭുതം കാണാൻ താല്പര്യമുള്ള ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ അത്ഭുതങ്ങളുടെ ദൈവത്തെയാണ് സേവിക്കുന്നത്, അടയാളങ്ങളുടെ ദൈവത്തെയാണ് സേവിക്കുന്നത്, വിടുവിക്കുന്ന ദൈവത്തെയാണ് സേവിക്കുന്നത്. എന്നിട്ട് അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ഏറ്റവും വലിയ സൈന്യമായിട്ട് നിവർന്ന് എഴുന്നേറ്റ് നിന്നെന്ന്. നീ നോക്കിയിരിക്കുമ്പോൾ ചിലത് എഴുന്നേൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം. ഇന്ന് രാത്രി ആ വിശ്വാസമാണ് നമ്മൾ വ്യാപരിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന എന്നാണെന്നറിയാമോ? ഇതുവരെയും എസക്കിയേൽ കണ്ടത് ദർശനമായിരുന്നു. അസ്ഥി, ഭൂകമ്പവും പ്രവചനവും എഴുന്നേക്കലും നിവരലും പൊതിയലും നിക്കലും കാറ്റും ഒക്കെ ദർശനത്തിലായിരുന്നു. പക്ഷേ ആ ദർശനത്തിൻ്റെ അർത്ഥം പിന്നത്തേതിൽ പറഞ്ഞു കൊടുത്തു. മനുഷ്യപുത്ര, നീ കണ്ടത് ഇന്നതാണ്. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ദൈവത്തോട് പറ, ഇതുപോലൊരു ദർശനം എനിക്ക് വേണം, ഇതുപോലൊരു സ്വപ്നം എനിക്ക് വേണം, ഇതുപോലൊരു വെളിപ്പാട് എനിക്ക് വേണം. എൻ്റെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ്, എൻ്റെ വിഷയത്തിന്മേൽ ദൈവം കാറ്റടിപ്പിക്കുമെന്നുള്ള ഉറപ്പ്, അസ്ഥിയോട് ചേർക്കുമെന്നുള്ള ഉറപ്പ്. പ്രൈസ് ഗോഡ്. അതാണ് നമ്മളെ നടത്തുന്നത്. അതിനെന്ത് ചെയ്യണം? രാത്രിയിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റിരിക്കണം, പ്രാർത്ഥിക്കണം. നേരം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില ദർശനങ്ങൾ തരും. എന്നിട്ട് പറയും, മനുഷ്യപുത്ര,
ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. അടുത്ത വാക്യം. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ. എൻ്റെ ശരിയായ വിഷയം അതാണ്. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന്, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി, നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശവക്കുഴി എന്തിനെ കാണിക്കുന്നറിയാമോ? എല്ലാ ഹോപ്പും തീർന്നു, എല്ലാം കൈവിട്ടു, ഇനി മടങ്ങി വരാതെ കണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ദൈവം പറയുന്നു, ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുമ്പോൾ, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ ശവക്കുഴി ഞാൻ തുറക്കും. ഇന്ന് രാത്രി എഴുതി തള്ളിയ ചില വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും, 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 വെളിപ്പെടും. അസാധ്യമെന്ന് കരുതിയ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ ദൈവരാത്രി വെളിപ്പെടും. ഇടവില ഹതുല കതിരപര ഹത്ര ഹത്തുര പൗര. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയെ ഞാൻ അരുളി ചെയ്തു, നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. എവിടെ നിന്ന്? ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്. എസെക്കിയേൽ വായിക്കുന്ന പ്രകാരമാണ്. ആ പ്രൈസ് ഗോഡ്, ഞാൻ ബാബിലോണിൽ പ്രവാസത്തിലിരിക്കുമ്പോൾ, കെബാർ നദിയുടെ തീരത്ത് പ്രവാസത്തിലിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദിവ്യദർശനങ്ങളെ കണ്ടു. ഇതാണ് നമ്മുടെ വിഷയങ്ങളുടെ പരിഹാരം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് വന്നു കഴിയുമ്പോൾ അവൻ്റെ വചനം കേട്ട് പ്രമാണിക്കും. നിനക്ക് നന്മ വരും. ഇന്ന് രാത്രി അതുപോലെ നന്മ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ, നടത്തപ്പെടുവാൻ താല്പര്യമുള്ളവർക്ക് കരങ്ങൾ ഉയർത്താം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷയം നിങ്ങൾ നോക്കല്ലേ. ഉണങ്ങിയോ? നോക്കല്ലേ. ചെതറിക്കിടക്കുന്നോ? ചിന്തിക്കല്ലേ. പ്രൈസ് ഗോഡ്. ദ്രവിച്ചു പോയോ? ചിന്തിക്കല്ലേ. അത് താഴ്വയുടെ പരപ്പിൽ ഏറ്റവും അധികമാണെന്ന് ഓർക്കല്ലേ. ഇന്ന് രാത്രി ഒരു ഭൂകമ്പം ദൈവം നിനക്ക് വേണ്ടി, ഒരു ചലനം നിനക്ക് വേണ്ടി അയക്കട്ടെ. പ്രൈസ് ഗോഡ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് രാത്രി നിൻ്റെ വചനം വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അത്ഭുതങ്ങൾ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ വീട്ടിൽ നടക്കണം. ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് നടക്കണം, കുഞ്ഞുങ്ങളിൽ നടക്കണം, തലമുറകളിൽ നടക്കണം, ജോലിയിൽ നടക്കണം, ആരോഗ്യത്തിൽ നടക്കണം. ഞങ്ങളുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളുടെ മേലും ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്ന, ഞങ്ങൾ തീരെ മുടിഞ്ഞെന്ന് തോന്നിയ വിഷയത്തിന്മേൽ എന്ന് നടക്കണം. അസ്ഥികളെ ജീവിപ്പീൻ, അസ്ഥികളെ ജീവിപ്പീൻ, ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പീൻ. ശ്വാസമേ, 4 കാറ്റുകളിൽ നിന്നും ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ഈ അസ്ഥികളുടെ മേൽ, ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ഊതണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. പ്രൈസ്. തമ്മിച്ചാൻ പ്രാർത്ഥിച്ച് വിധി അവസാനിപ്പിക്കും.